നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. വിസ തട്ടിപ്പിൽ കുടുങ്ങി മലയാളികൾ ദുരിതത്തിൽ. ഹോട്ടൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് സ്ത്രീകൾ ഉൾപ്പെടെ 17 പേരെ ദുബായിലെത്തിച്ചത്. 50,000 മുതൽ 75,000 രൂപ വരെയാണ് ഇവരിൽ നിന്ന് വാങ്ങിയത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഗൾഫിൽ നിന്ന് വരികയാണ്. UAE-യിൽ ഒരു ഹോട്ടലിലേക്ക് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് 17ഓളം മലയാളികളെയാണ് ഇപ്പോൾ ദുബായിൽ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവർക്ക് വിസ ഓവറായിരിക്കുകയാണ്. ഭക്ഷണമില്ലാതെ, താമസ സൗകര്യമില്ലാതെ വലിയ തോതിൽ ദുരിതം അനുഭവിക്കുകയാണ് ഈ മലയാളികൾ. നമ്മോടൊപ്പം അവരുണ്ട്. എന്താണ് സംഭവിച്ചത്? സംഭവം ഓൾറെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ സുഹൃത്താണ്. അന്നേരം ഒരു നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഫെബ്രുവരി മാസത്തോടുകൂടി എല്ലാ സുഹൃത്തിനെ കണ്ടപ്പോഴത്തേക്ക് നാട്ടിൽ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് ഇവനോട് ഞാൻ ചോദിച്ച് പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞമ്മയുടെ കെയർ ഓഫ് വേക്കൻസി ഉണ്ട്, ഒരു ഹോട്ടലിലേക്കാണ്. മുസ്തഫ എന്ന് പറയുന്ന കണ്ണൂരുള്ളൊരു പുള്ളി ഹോട്ടൽ തുടങ്ങുന്നുണ്ട്, അവിടത്തേക്കാണ് എൻ്റെ കുഞ്ഞമ്മയാണ് കാര്യങ്ങൾ നോക്കുന്നത്, അവിടെ വേക്കൻസി ഉണ്ട്, നീ വരുന്നോന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാനും വരുന്നതാന്ന് പറഞ്ഞു. അന്നേരം ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു 75,000 രൂപ കൊടുക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം കുഞ്ഞുമ്മയായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു വേറെ വേക്കൻസി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നേരം ഇതെൻ്റെ കുഞ്ഞുമാടെ മകനാണ്. അന്നേരം കുഞ്ഞുമാടത്തെ ഞാൻ പറഞ്ഞു ഇതെൻ്റെ പെങ്ങളെ മകൻ. അന്നേരം പെങ്ങളത്തെയും പറഞ്ഞു. അങ്ങനെ ഇതാക്കി ഇവർക്ക് പൈസയൊക്കെ കൊടുത്തു. അതായത് ഒരു സമാധാനം പോലും തരാതെ 50,000 രൂപ വെച്ച് ഞങ്ങൾ അയച്ചു കൊടുത്തു, പലിശയ്ക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ കയറി വന്നു. ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് അന്ന് മുതലുള്ള സാലറി തരും, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്ത് ജോലിക്ക് വേണ്ടി കൊണ്ടുവരുമെന്നായിരുന്നു അവരാദ്യം പറഞ്ഞത്? ഇവിടെ തന്നെ പല പൊസിഷൻ പറഞ്ഞവരുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് സപ്ലയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, സപ്ലയർ ആയിട്ട് വെയിറ്ററായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്നു. അന്ന് മുതലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശരിയാവും നാളെ ശരിയാവുമെന്നും പറഞ്ഞ് കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തോളം ഇതങ്ങ് തള്ളിപ്പോയി. മുസ്തഫ ഇന്ന് വരും, ഈ മുസ്തഫ എന്ന് പറയുന്ന ആളുടെയാണ്, മുസ്തഫ ഇന്ന് വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ മാർച്ച് 14-ാം തീയതിയാണ് UAE വന്നത്. ഷാർജ എയർപോർട്ടിലാണ് ഇറങ്ങിയിരിക്കുന്നത്. UAE വന്ന് ഏപ്രിൽ 14-ാം തീയതി ഞങ്ങൾ വിസ കഴിഞ്ഞു. അതുവരെ ഇന്ന് ഓപ്പൺ ആവും. അങ്ങനെ അവസാനം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 14-ാം തീയതി വിഷുവിൻ്റെ അന്ന് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. പക്ഷെ അന്നും ഓപ്പൺ ആയിട്ടില്ല. പിന്നെ അന്നറിയുന്നു മുസ്തഫ പറ്റിച്ചിട്ട് പോയെന്ന് ഇവർ പറയുന്നു. അങ്ങനെ ഞങ്ങൾ വിസയും കഴിഞ്ഞു. നിങ്ങളിപ്പോൾ ഒരു മാസത്തെ വിസയ്ക്കായിട്ടല്ലേ വന്നത്? അതെ. അപ്പോൾ പിന്നീട് വിസ റിന്യൂ ചെയ്യാൻ ഞങ്ങളുടെ 3 പേരെയും വിസ റിന്യൂ ചെയ്ത് തന്നു. ഞങ്ങൾ 3 പേരും. ഇവൻ്റെ വിസ റിന്യൂ ചെയ്തില്ല. പിന്നെ ഓൾറെഡി ഇവൻ്റെ പാസ്പോർട്ടും എല്ലാം പണയമായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ദിവസം 3 ദിവസം ആയതുള്ളൂ ഇവൻ്റെ പാസ്പോർട്ട് എടുത്തിട്ട്. അതുപോലെ തന്നെ ഇവിടെ മിക്കുള്ളവരും പാസ്പോർട്ട് പണയം കാര്യങ്ങളൊക്കെയാണ് മിക്കുള്ളവരെ. അങ്ങനെ പിന്നെ ഇത് ഫൈനും കാര്യങ്ങളും അന്നേരം പിന്നെ നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ ഒരു പേടിയാണ്. എത്ര മാസമായി ഇപ്പോൾ നിങ്ങളുടെ വിസ ഓവറായിട്ട്? എൻ്റെ വിസ കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും വിസ കഴിഞ്ഞിട്ട് 1 മാസത്തിൽ കൂടുതലായി. ഇവൻ്റെ 4 മാസമായി. ഇവിടെ എങ്ങനെയാ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടോ? എങ്ങനെയാ നിങ്ങൾ ഭക്ഷണമൊക്കെ ലഭിക്കുന്നുണ്ടോ ഇവിടെ? ഭക്ഷണം ഇടയ്ക്കലേ ഉള്ളൂ, പിന്നെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ ചോദിച്ചാണ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ നാട്ടിൽ നിന്നുള്ളവരെ വിളിച്ച് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരു 1.5 മാസത്തോളം ഫുഡ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലാതായി. പിന്നെ ഇവന് അൾസറും കാര്യങ്ങളുമായി. കാരണം അവനിപ്പോൾ 23 വയസ്സേ ഉള്ളൂ. ഫുഡ് കഴിക്കാതായി. ഇവനിക്കും എന്തോ പ്രശ്നമുണ്ട് വയറിന്. കാരണം ഇന്നലെ പൈസയൊന്നും ഇല്ല. അവസാനം നാട്ടിൽ നിന്നൊക്കെ ഇറന്ന് പിടിച്ച് ഫുഡ് മേടിച്ച്. കാരണം പട്ടിണി നടക്കും. പിള്ളേർ എത്രയെന്നും പറഞ്ഞാൽ വൊമിറ്റിങ് ഫുഡ് ഒരു നേരമായിരിക്കും ചിലപ്പോൾ എവിടെ, അത് ഇവരായിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. അങ്ങനെ ഇതാക്കി ഒരു നേരം ആരും കഴിച്ചു കഴിഞ്ഞാൽ വൊമിറ്റിങ് തുടങ്ങും. അന്നേരം പിന്നെ നാട്ടിൽ ഓൾറെഡി കേസ് കൊടുത്തായിരുന്നു. കേസ് കൊടുത്ത് അന്ന് പോലീസുകാർ ഇവരെ വിളിച്ചപ്പോഴത്തേക്ക് ആ ഒരു പേര് അന്ന് രാത്രിയും ഫുഡ് ഉണ്ടായിരുന്നു, പിറ്റേന്നും ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഈ ഒരു അവസ്ഥയിലോട്ടാണ്. തീർച്ചയായും ഇവർക്ക് ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകണമെങ്കിൽ പോലും വലിയ തുക വിസിറ്റ് വിസ ഓവറായതിനെ തുടർന്നുള്ള ഫൈൻ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. വലിയ ദുരിതത്തിലാണ് ഈ മലയാളികൾ ഇവിടെ പെട്ടിരിക്കുന്നത്. ഇവർ കൊണ്ടുവന്ന ഏജന്റ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാതി. ഇവർക്ക് നൽകാമെന്ന് പറഞ്ഞ ജോലിയും ഇവിടെ ഇല്ല. എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലായിരിക്കുകയാണ് ഈ മലയാളികൾ. ദുബായിൽ നിന്നും ശരച്ചിറങ്ങുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴ. മലവെള്ളപ്പാച്ചിലിൽ ഒരു കുട്ടിക്ക് ദാരുണാന്ത്യം. നാളെയും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. UAE-യിലും ചിലയിടങ്ങളിൽ ഇന്ന് മഴ ലഭിച്ചു. ബുറമി, സുവൈഖ്, റുസ്താഖ്, ആമിറാത്ത്, മുസന്ന, സഹം, ഹംറ, നഖൽ തുടങ്ങിയ വിലായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലാണ് ഇന്നലെ മുതൽ ശക്തമായ മഴ പെയ്യുന്നത്. മഴയെ തുടർന്ന് മലമുകളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെ വാദികൾ പലതും നിറഞ്ഞൊഴുകുന്ന അവസ്ഥയിലാണ്. റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം പലയിടങ്ങളിലും താറുമാറായി. മഴയെ തുടർന്ന് ഒരു മരണവും രാജ്യത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഇസ്കി സിനാഫ് റോഡിൽ 5 പേർ സഞ്ചരിച്ച വാഹനം വാദിയിൽപ്പെട്ട് ഒരു കുട്ടിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 4 പേരെ രക്ഷപ്പെടുത്തി. വാദി ബനിഹനിയിൽ ഒഴുക്കിൽപ്പെട്ട 2 പേരെ രക്ഷപ്പെടുത്തി എയർലിഫ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. രാജ്യത്ത് നാളെ വരെ മഴ തുടരുമെന്നും
മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം UAEയിൽ അബുദാബിയിലും അലൈനിലും അൽ ദഫ്ര മേഖലയിലും മഴ ലഭിച്ചു. വാഹനയാത്രക്കാരുടെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 ദുബായ്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള തീർത്ഥാടകരോടൊപ്പം ഒരാൾ കൂടി ഉണ്ടാകണമെന്ന് 2025 ഹജ്ജ് നയത്തിന് അംഗീകാരം. സ്വകാര്യ ഗ്രൂപ്പുകളുടെ ഹജ്ജ് ക്വാട്ട 30% പുനഃസ്ഥാപിച്ചു. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറലിന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറവും ഗുഡ്വിൽ ഗ്ലോബൽ ഇനിഷ്യേറ്റീവും യാത്രയയപ്പ് നൽകി. ഹജ്ജ് നയങ്ങളിൽ സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് 2025 ഹജ്ജ് പോളിസിക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അംഗീകാരം നൽകിയതായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം അറിയിച്ചു. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള തീർത്ഥാടകരോടൊപ്പം നിർബന്ധമായും ഒരാൾ കൂടെ വേണമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. നേരത്തെ ഇത് 70 വയസ്സായിരുന്നു. 65 മുകളിൽ പ്രായമുള്ള മഹ്റമില്ലാത്ത സ്ത്രീകളോടൊപ്പവും 40-നും 60-നും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീ നിർബന്ധമാണെന്നും ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കോൺസൽ ജനറൽ പറഞ്ഞു. Considering the inclement weather condition here and high heat temperature, then we discussed very seriously about the medical welfare of our pilgrims, and finally it has been decided that the age limit will be like 65. So 65 years and above, whoever is above there, they should be having a able-bodied companion. സ്വകാര്യ ഗ്രൂപ്പുകളുടെ ഹജ്ജ് കോട്ട 30% പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഇത് 20%. ഇതുപ്രകാരം 1.25 ലക്ഷം ഇന്ത്യൻ തീർത്ഥാടകരിൽ 52,500ഓളം തീർത്ഥാടകർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി അടുത്ത വർഷം ഹജ്ജ് നിർവഹിക്കും. തീർത്ഥാടകരുടെ സേവനത്തിനായി അടുത്ത വർഷം 150 തീർത്ഥാടകർക്ക് ഒരാൾ എന്ന തോതിൽ ഖാദിമുൽ ഹുജ്ജാജ് ഇന്ത്യയിൽ നിന്നെത്തും. കഴിഞ്ഞ ഹജ്ജിന് ഇത് 200 തീർത്ഥാടകർക്ക് ഒരാൾ എന്ന തോതിലായിരുന്നു. കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ ഉൾപ്പെടെ 20 എംബാർക്കേഷൻ പോയിന്റുകളാണ് അടുത്ത വർഷം ഉണ്ടാവുകയെന്നും ഹജ്ജ് പോളിസി പറയുന്നു. ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കി മടങ്ങുന്ന കോൺസുൽ ജനറലിന് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറവും ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവും യാത്രയയപ്പ് നൽകി. മീഡിയ ഫോറത്തിനു വേണ്ടി ഇബ്രാഹിം ഷംനാടും GGIക്ക് വേണ്ടി ഹസൻ ചെറൂപ്പയും മെമന്റോ നൽകി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സൗദിയിൽ സുപ്രധാനമായ തൊഴിൽ നിയമ ഭേദഗതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. സഹോദരന്മാർ മരിച്ചാൽ ശമ്പളത്തോടുകൂടി അവധി ലഭിക്കുന്നതും പ്രസവാവധി വർദ്ധിപ്പിച്ചതും ഉൾപ്പെടെയുള്ള ഭേദഗതി 6 മാസത്തിന് ശേഷം പ്രാബല്യത്തിൽ വരും. വിവരങ്ങളുമായി ഇപ്പോൾ ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട്. ജലീൽ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ? ഉന്മേഷ്, സുപ്രധാനമായ തൊഴിൽ നിയമ ഭേദഗതിയാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം ഇന്ന് പ്രഖ്യാപിച്ചത്. കൂടുതൽ ആകർഷകമായ തൊഴിൽ അന്തരീക്ഷം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പുതിയ ഭേദഗതിക്ക് സൗദി മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 180 ദിവസത്തിന് ശേഷം, അതായത് 6 മാസത്തിന് ശേഷം ഈ നിയമം പ്രാബല്യത്തിൽ വരും. പ്രധാനമായും 10 ഭേദഗതികളാണ് ഉള്ളത്. സഹോദരനോ സഹോദരിയോ മരിച്ചാൽ ശമ്പളത്തോടു കൂടി 3 ദിവസത്തെ അവധി ലഭിക്കും. വനിതാ ജീവനക്കാരുടെ പ്രസവാവധി 12 ആഴ്ചയായി വർദ്ധിപ്പിച്ചു. പ്രൊബേഷൻ കാലയളവ് പരമാവധി 180 ദിവസമായി നിജപ്പെടുത്തി. അതോടൊപ്പം തന്നെ സ്ഥാപനത്തിൽ നിന്ന് തൊഴിലാളി രാജിവെക്കുകയാണെങ്കിൽ 30 ദിവസം മുമ്പ് കമ്പനിയെ രേഖാമൂലം അറിയിക്കണം. ജോലിയിൽ നിന്ന് തൊഴിലാളിയെ ഈ കമ്പനി പിരിച്ചുവിടുകയാണെങ്കിൽ 60 ദിവസം മുമ്പ് കമ്പനി നോട്ടീസ് നൽകണം. എന്നാൽ ഇത് സംബന്ധമായി പ്രത്യേക കാലാവധി തൊഴിൽ കരാറിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതായിരിക്കും ബാധകമാകുക. ജീവനക്കാർക്ക് തൊഴിൽ പരിശീലനം നൽകാൻ കമ്പനി പ്രത്യേക നയം രൂപീകരിക്കണം എന്നൊക്കെ ഈ പുതിയ ഭേദഗതിയിൽ പറയുന്നുണ്ട്. ഇങ്ങനെ സുപ്രധാനമായ പല മാറ്റങ്ങളും പുതിയ ഭേദഗതിയിലുണ്ട്. ഇന്ന് ജിദ്ദയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ഉന്മേഷ്. ജലീൽ കണ്ണമംഗലമാണ് ഇപ്പോൾ ജിദ്ദയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അമേരിക്കയിലെ മലയാളി പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘടനയായ അമേരിക്കൻ മലയാളി ലോ എൻഫോഴ്സ്മെന്റ് യുണൈറ്റഡിന്റെ ജനറൽ മീറ്റിംഗ് ന്യൂയോർക്കിൽ നടന്നു. പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും കൂടുതൽ ജനപ്രിയ പദ്ധതികൾ നടപ്പാക്കാനും തീരുമാനിച്ചു. ന്യൂയോർക്കിൽ നിന്ന് ജോ കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ട്. അമേരിക്കയിലെ മലയാളി പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘടനയായ അമേരിക്കൻ മലയാളി ലോ എൻഫോഴ്സ്മെന്റ് യുണൈറ്റഡിന്റെ ജനറൽ മീറ്റിംഗ് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. അമേരിക്കയിലുടനീളമുള്ള മലയാളികളായ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരെ പ്രതിനിധീകരിക്കുന്ന ദേശീയ സംഘടനയാണ് AMLU. ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആദ്യത്തെ ഡെപ്യൂട്ടി കമ്മീഷണറായ ടാനിയ കിൻസലെ, ഫോഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ കമാൻഡിംഗ് ഓഫീസർ ഇൻസ്പെക്ടർ റോഹൻ ഗ്രിഫ്റ്റ്, മലയാളി ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഷിബു മധു തുടങ്ങിയവരായിരുന്നു ചടങ്ങിലെ പ്രമുഖ അതിഥികൾ. ലഫ്റ്റനന്റ് നിതിൻ എബ്രഹാം, മേറിലൻഡിലെ ടാക്കോമോ പാർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ചീഫ് ഷിബു ഫിലിപ്പോസ്,
പോർട്ട് അതോറിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ലഫ്റ്റനന്റ് നോബിൾ വർഗീസ്, ഫിലാഡൽഫിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സർജന്റ് ബ്ലസൻ മാത്യു, FBI സൂപ്പർവൈസറി സ്പെഷ്യൽ ഏജന്റ് ഡാനിയൽ സോളമൻ എന്നിവരാണ് AMLUവിനെ ഇപ്പോൾ നയിക്കുന്നത്. റിച്ച്മണ്ട് കൗണ്ടിയിലെ ന്യൂയോർക്ക് ക്രിമിനൽ കോടതിയിലെ സൂപ്പർവൈസറി ജഡ്ജ് ബിജു കോശി, റിച്ച്മണ്ട് കൗണ്ടിയിലെ ക്രിമിനൽ കോടതി ജഡ്ജ് രാജരാജേശ്വരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. നിതിൻ എബ്രഹാം, നോബിൾ വർഗീസ്, ഡാൻ സാമുവൽ എന്നിവരായിരുന്നു സംഘാടകർ. ജോജോ കൊട്ടാരക്കര, 24 USA. കുവൈറ്റിൽ സ്റ്റേജ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് അനുമതി ലഭിക്കുന്നതിനുള്ള നിബന്ധനകൾ കർശനമാക്കിയ മന്ത്രാലയം. ടിക്കറ്റ് വിൽപ്പനയിലൂടെയോ അല്ലാതെയോ നടത്തുന്ന സ്റ്റേജ് പരിപാടികളുടെ അനുമതിക്കായി നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചർ ആർട്സ് ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷ നൽകണം. പരിപാടിയുടെ സ്വഭാവം, തീയതി, വേദി, പങ്കെടുക്കുന്നവർ എന്നിങ്ങനെയുള്ള വിശദ വിവരങ്ങളും അപേക്ഷയിലുണ്ടായിരിക്കണം. ഇതിനു പുറമെ സംഘാടകരുടെ തിരിച്ചറിയൽ രേഖയും ബന്ധപ്പെടാനുള്ള വിവരങ്ങളും അനുമതി ലഭിക്കുന്നതിന് ആവശ്യമാണ്. കുവൈറ്റ് മുനിസിപ്പൽ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിരുദധാരികളായ മുഴുവൻ വിദേശികളെയും പിരിച്ചുവിടാൻ മന്ത്രാലയം തീരുമാനിച്ചു. എഞ്ചിനീയർ, നിയമോപദേഷ്ടാവ്, ഓഡിറ്റർ തുടങ്ങിയ ഉന്നത തസ്തികകളിൽ ഉള്ളവരുടെയും സേവനം 3 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കാൻ മുനിസിപ്പൽ കാര്യമന്ത്രി നൂറ അൽ മിഷാൻ കുവൈറ്റ് മുനിസിപ്പാലിറ്റി മേധാവി സഹൂദ് അൽ ദബൂസിന് നിർദ്ദേശം നൽകി എന്നാണ് റിപ്പോർട്ടുകൾ. സ്വദേശികൾക്ക് കൂടുതൽ അവസരം നൽകി തൊഴിൽ വിപണി ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. വയനാട് ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട നിരവധി പ്രവാസികളുണ്ട്. പലരുടെയും കിടപ്പാടമില്ലാതായി. ദുഃഖം കടിച്ചമർത്തി പ്രവാസ ലോകത്ത് ജോലി ചെയ്യുകയാണ് ഇവരിൽ പലരും. ജിദ്ദയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വയനാട്ടിൽ നിന്നുള്ള പ്രവാസികൾ കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ ഒത്തുകൂടി. ഇവരെ ആശ്വസിപ്പിക്കാൻ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരും ഒത്തുചേർന്നു. ഒരു പങ്ങളെ വീട് പോയിക്കണ്. പാപ്പാൻ്റെ കുടുംബക്കാരൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ളത് ഒരു ഏരിയ തന്നെ. ഇപ്പോൾ 26 ആൾ പോയി എന്ന് പറഞ്ഞില്ലേ. ഒക്കെ എല്ലാവരും ഒരു ഏരിയയിലാണുള്ളത്. ഉപ്പാൻ്റെ അനിയന്മാർ 2 ആൾ പോയി, ഉപ്പാൻ്റെ പങ്ങളെ ഭർത്താവ് പോയി. ഒരുപാട് ആൾ, 26 ആൾ, അതിൽ 16 ആളെ കിട്ടിയെന്ന് പറഞ്ഞ്, ഏട്ടനെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ്, തിരിച്ചറിയാത്ത കുറേ എണ്ണം മറവ് ചെയ്തു പറഞ്ഞ് അതിൽ പോയിക്കണമെന്ന് പറയാനും പറ്റില്ല. ഇന്ന് പാപ്പാൻ്റെ DNA ചെക്ക് ചെയ്തിട്ട് എളാപ്പാൻ്റെ ബോഡിയുമായിട്ട് അവരിന്ന് ചെക്ക് ചെയ്തിരിക്കുന്നു. ജിദ്ദയിൽ ജോലി ചെയ്യുന്ന നജമുദ്ദീന് വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത് കുടുംബത്തിലുള്ള 26 പേരെയാണ്. 16 പേരെ തിരിച്ചറിഞ്ഞു, 10 പേരെ കാണാനില്ല, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. ജിദ്ദയിൽ രൂപീകരിച്ച പൊതുകൂട്ടായ്മ പ്രതിനിധികളോട് മനസ്സ് തുറക്കുകയായിരുന്നു ദുരന്തത്തിനിരയായ പ്രവാസികൾ. മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങളിൽ നിന്നുള്ള പലരും ജിദ്ദയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ട്. ഉറ്റവരെയും കിടപ്പാടവും നഷ്ടപ്പെട്ടവർ, ദുഃഖം കടിച്ചമർത്തി പ്രവാസ ലോകത്ത് തന്നെ തുടരുന്നവർ. മുമ്പ് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ചൂരൽമലയിൽ നിന്നും മാറി താമസിച്ചതുകൊണ്ട് ജിദ്ദയിലെ റെസ്റ്റോറന്റ് ജീവനക്കാരനായ സഫ്വാന്റെ വീട്ടുകാർ രക്ഷപ്പെട്ടു. എന്നാൽ ബന്ധത്തിൽപ്പെട്ട പലരും മരിച്ചു. ഞങ്ങൾ പോയത് ഇപ്പോൾ ഞങ്ങളെ 2 കുട്ടികളും പിന്നെ എളാമ്മൻ്റെ ഭർത്താവ്, പിന്നെ എളാമ്മൻ്റെ മോള് പ്രസവിച്ചിട്ട് ഇപ്പോൾ 16 ദിവസമായിട്ടുള്ളൂ. പിന്നെ ഓലെ 3 ആളെയും കിട്ടിയില്ല. മോളെ കിട്ടി, പിന്നെ ആ കുട്ടിനെയും കിട്ടിയില്ല. അബ്ദുൽ ലത്തീഫിനും പോളിനും സമാനമായ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. 6 ആള്. മൂത്ത താത്താൻ്റെ ഭർത്താവും താത്തയും പോയി, ഒരു വേറെ വീട്ടിലാണ്. പിന്നെ താത്താൻ്റെ മൂത്ത മോനും അവൻ്റെ ഭാര്യയും 2 മക്കളും വേറെ വീട്ടിൽ താമസിക്കും, അടുത്ത് താമസിക്കുന്നത്. അവർ പോയി. അതിൽ മൂത്ത അളിയൻ്റെ ബോഡി കിട്ടി. പിന്നെ താത്താൻ്റെ മൂത്ത മോൻ്റെ ഭാര്യൻ്റെ ബോഡിയും 2ാമത്തെ കുട്ടീൻ്റെ ബോഡിയും കിട്ടി. പിന്നെ മറ്റുള്ളവരുടെ ബോഡിയൊന്നും കിട്ടിയില്ല. അമ്മേൻ്റെ അച്ഛനും അമ്മേൻ്റെ അനിയനാണ് അവിടെ ഉണ്ടായ അന്ന് രാത്രി. 2 ആളും മിസ്സിംഗ് ആണ്. പിന്നെ എൻ്റെ ചങ്ങായിമാരും എൻ്റെ നാട്ടുകാരും എല്ലാവരും പോയി. നാടനല്ല ഇപ്പോൾ. ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ജിദ്ദയിൽ പൊതുകൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. വയനാട് ജില്ലാ കൂട്ടായ്മയുടെയും ജിദ്ദ കേരള പൗരാവലിയുടെയും നേതൃത്വത്തിലാണ് കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. പ്രവാസികളുടെ ബന്ധുക്കൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് 10 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് തീരുമാനം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് 100 വീടുകളോ അതിനാവശ്യമായ സ്ഥലമോ നൽകുമെന്ന് പണ്ഡിതനും വാഗ്മിയുമായ അബ്ദുൽ ലത്തീഫ് സഖാഫി. മദനിയം ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തീരുമാനം. കാന്തപുരം അബൂബക്കർ മുസ്ലിയർ വഴിയാകും പദ്ധതി നടപ്പാക്കുക. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ 100 വീടുകൾ അല്ലെങ്കിൽ 100 വീടുകൾ വെക്കാൻ ആവശ്യമായ സ്ഥലം നൽകുമെന്ന് മദനിയം ആത്മീയ വേദിക്ക് നേതൃത്വം നൽകുന്ന അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം അറിയിച്ചു. വീടാണോ സ്ഥലമാണോ ആവശ്യം എന്നതിനെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷം ആവശ്യമായത് നൽകും. മദനിയം ആത്മീയ സദസ്സുകളിലെ പഠിതാക്കളുമായി സഹകരിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതിയിലൂടെയാണ് ഇത് യാഥാർത്ഥ്യമാക്കുക. തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു മഹാദുരന്തത്തിൻ്റെ
വല്ലാത്ത വേദനയിലും വിഷമത്തിലുമാണ് നമ്മളുള്ളത്. ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കാന്തപുരം ഉസ്താദിനോട് ചേർന്ന് 100 വീടുകളോ അല്ലെങ്കിൽ 100 വീടുകൾക്ക് സമാനമായ സ്ഥലങ്ങളോ മദനീയം നൽകുവാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 4 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന മദനീയം ആത്മീയ വേദി വഴി ഇതുവരെ 20 കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. പാവപ്പെട്ടവർക്ക് 111 വീടുകൾ നിർമ്മിച്ചു നൽകി. 40 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ സാലി ഇരുമ്പിയോടൊപ്പം ജിദ്ദയിൽ നിന്നും ജലീൽ കടമകലം, 24. സൗദിയിലെ മദീനയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥി താൻ സ്വരൂപിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കോതമംഗലം സ്വദേശി ഷാനവാസ് അലീന ദമ്പതികളുടെ മകൻ റയാനാണ് പണം കൈമാറിയത്. നവോദയ മദീന ഏരിയ രക്ഷാധികാരി നിസാർ കരുനാഗപ്പള്ളി പണം ഏറ്റുവാങ്ങി. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സിനുപാൽ ചക്രപാണി വാര്യർ അന്തരിച്ചു. അർബുദബാധയെ തുടർന്ന് കൊല്ലം പാരിപ്പള്ളിയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 48 വയസ്സായിരുന്നു. കേരളത്തിനകത്തും പുറത്തുമായി മലയാളം, ഇംഗ്ലീഷ് പത്രങ്ങളിൽ പ്രവർത്തിച്ച സിനുപാൽ യുഎയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഗലീജ് ടൈംസിലാണ് അവസാനമായി ജോലി ചെയ്തത്. യുവ എഴുത്തുകാർക്കുള്ള കൈരളി അറ്റ്ലസ് നോവൽ പുരസ്കാരം നേടിയിട്ടുണ്ട്. അപൂർവ, അനന്യ എന്നിവർ മക്കളാണ്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. തീരാവേദനയിൽ വയനാട്. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ 8ാം ദിനം പിന്നിട്ടു. ദുഷ്കരമായ സൂചിപ്പാറ സൺറൈസ് വാലിയിലും ഇന്ന് തിരച്ചിൽ നടന്നു. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും തിരച്ചിൽ 90% പൂർത്തിയായി. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 398 ആയി. മേപ്പാടി സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രധാന തിരച്ചിൽ. വനം വകുപ്പിലെ പ്രത്യേക പരിശീലനം ലഭിച്ച 2 പേരും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ 4 പേരും 6 സൈനികരും ഉൾപ്പെടെ 12 പേരുടെ സംഘമാണ് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ സൺറൈസ് വാലിയിൽ ഇറങ്ങിയത്. ഏറെ നേരം തിരഞ്ഞെങ്കിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും തിരച്ചിൽ 90% പൂർത്തിയായെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ചൂരൽമലയിൽ ഉൾപ്പെടെ റഡാർ പരിശോധന തുടർന്നു. തിരച്ചിൽ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി. ഇന്നോടുകൂടി ഒരാഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മതലത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യം കൂടി പരിശോധിച്ചു വരികയാണ്. ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. വാടക വീടുകൾക്കുള്ള അന്വേഷണം തുടങ്ങി. വീടുകൾ നഷ്ടമാകാത്തവരും പുനരധിവാസ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാകുമെന്നും മന്ത്രി പറഞ്ഞു. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ ഉൾപ്പെടുന്ന KSEBയുടെ ചൂരൽമല എക്സ്ചേഞ്ച്, ചൂരൽമല ടവർ, മുണ്ടക്കൈ, KK നായർ, അംബേദ്കർ കോളനി, അട്ടമല പമ്പ് ട്രാൻസ്ഫോമർ പരിധികളിലെ ഉപഭോക്താക്കളിൽ നിന്ന് 6 മാസത്തേക്ക് വൈദ്യുതി ചാർജ് ഈടാക്കില്ല. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും KSEB ചെയർമാനും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ദുരന്തത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ കണക്കെടുപ്പ് തുടങ്ങി. ടീം 24 വയനാട്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്തവർക്കായി പുത്തുമലയിൽ 3ാം ദിനവും കൂട്ടസംസ്കാരം. 22 ശരീരഭാഗങ്ങൾ പ്രത്യേകമൊരുക്കി പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. സർവമത പ്രാർത്ഥനയോടെയായിരുന്നു ചടങ്ങുകൾ. ദുരന്തം മേൽവിലാസം നഷ്ടപ്പെടുത്തിയവർക്കായി 3ാം ദിനവും കൂട്ടസംസ്കാര ചടങ്ങുകൾ. ഇരുപത്തിരണ്ട് ശരീരഭാഗങ്ങളാണ് ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സംസ്കരിച്ചത്. തിരിച്ചറിയാത്ത 37 മൃതദേഹങ്ങളും 176 ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ സംസ്കരിച്ചത്. DNA സാമ്പിൾ സൂചിപ്പിക്കുന്ന നമ്പറുകൾ കുഴിമാടങ്ങളിൽ സ്ഥാപിച്ച കല്ലുകളിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളും അടക്കം ചെയ്യുന്നു. എല്ലാ ആദരവും ബഹുമാനം ഇതുവരെ ചെയ്തതുപോലെ തന്നെയാണ്. അതിന് ഓരോരുത്തർക്കും ഓരോ കുഴികളായി തന്നെ ഒരു
പാർട്ട് നമ്മളൊരു ബോഡിയായി കണക്കൂട്ടി തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 2 ദിവസം ചെയ്തതുപോലെ തന്നെ സർവ്വമത പ്രാർത്ഥനയും നാട്ടുകാരും സുഹൃത്തുക്കളും അയൽവാസികളും എല്ലാവരും കൂടി വന്നു ചേർന്ന എല്ലാവരും കൂടിയിട്ടുള്ള നല്ലൊരു യാത്രയപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് മുൻകൈയെടുത്തിരിക്കുന്നത്. പേരറിയാത്തവർക്ക് എല്ലാ ആദരവും ബഹുമതിയും നൽകിയുള്ള യാത്രാമൊഴി. ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി നിത്യരാജ്യമാകുന്ന സ്വർഗീയ വർഷത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സദാ തദ്ഭാവഭാവിതഃ. 64 സെന്റ് സ്ഥലമാണ് ശ്മശാനത്തിനായി പുത്തുമലയിൽ സർക്കാർ ആദ്യം ഏറ്റെടുത്തത്. 25 സെന്റ് ഭൂമി കൂടി അധികമായി ഏറ്റെടുത്തു. ഇതുവരെ ലഭിച്ചവയിൽ തിരിച്ചറിയാത്ത മറ്റ് ശരീരഭാഗങ്ങളും ഇതേ സ്ഥലത്തു തന്നെ സംസ്കരിക്കും. 24 വയനാട്. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.